ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 47-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 47-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇന്ന് പെസഹ വ്യാഴം. കർത്താവായ യേശു തൻ്റെ ശിഷ്യരോടൊത്ത് ആചരിച്ച അവസാനത്തെ പെസഹ, തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ആചരിച്ചതായ അന്ത്യ അത്താഴം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ആചരിച്ചതായ അവസാന പെസഹ മാനവ ചരിത്രത്തെ നിർണായകമായി സ്വാധീനിക്കുകയും തുടർന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതായ സംഭവമാണ്. ആ സന്ധ്യ പഴയ നിയമത്തിൻ്റെ അവസാനവും പുതിയ നിയമത്തിൻ്റെ ആരംഭവും കുറിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയും ശാക്തീകരണവുമാണ് വിശുദ്ധ മേശ. യേശു ശിഷ്യരോടൊത്ത് ആചരിച്ചതായ പെസഹ ഒരു പുതിയ ദൈവിക നിയമത്തിൻ്റെ ആരംഭമായിരുന്നു. ശിഷ്യരുമൊത്തുള്ള യേശുവിൻ്റെ വാസവും പ്രത്യേകിച്ച് കഷ്ടസഹനങ്ങൾ സഹിക്കുവാനുള്ള യെരുശലേമിലേക്കുള്ള യാത്രയും സംഭവ ബഹുലമായിരുന്നു. താൻ യെരുശലേമിൽ സഹിക്കുവാനുള്ള കഷ്ടങ്ങളെക്കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചും 3 തവണയെങ്കിലും യേശു പ്രവചിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് അത് വേണ്ട പോലെ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞിട്ടില്ല. അവർ ചിന്തിച്ചിരുന്നത് യേശു സ്ഥാപിക്കാൻ പോകുന്ന ഐഹിക രാഷ്ട്രത്തെക്കുറിച്ചും അതിൻ്റെ അധികാരത്തെക്കുറിച്ചും യേശു പറയുകയാണ് എന്നാണ്. അതുകൊണ്ടാണ് ആരാണ് അവരുടെ മധ്യത്തിൽ വലിയവനെന്ന് അവർ തർക്കിച്ചതും മഹത്വത്തിൽ യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാൻ അനുവാദം ചോദിച്ചതും. അവരുടെ ഇടർച്ചകളും അവരുടെ അവിശ്വാസങ്ങളും യേശു നന്നായി തന്നെ അറിഞ്ഞിരുന്നു. തന്നെ അവരിൽ ഒരുവൻ കാണിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും പത്രോസ് തന്നെ തള്ളിപ്പറയുന്നതിനെക്കുറിച്ചും യേശു അറിഞ്ഞിരുന്നു. എന്നിട്ടും യേശു അവരുടെ പാദങ്ങൾ കഴുകുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തു. യാതൊരു കാരണത്താലും ഉതിർന്നു പോകാത്ത ദൈവസ്നേഹത്തിൻ്റെ ആഘോഷമാണ് യേശുവിൻ്റെ പെസഹ. പാപികളായ മനുഷ്യർക്ക് വേണ്ടി സദാസമയവും സ്വയം നൽകുന്ന അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ദൈവമെന്ന് യേശു വെളിപ്പെടുത്തി. ആ സ്നേഹത്തിൽ പങ്കുചേരുവാനുള്ള ആഹ്വാനമാണ് യേശുവിൻ്റെ പെസഹ നൽകുന്നത്. ദൈവത്തിൻ്റെ ഈ ലോകത്തോടുള്ള സ്നേഹദൗത്യത്തിൽ പങ്കുചേരുവാൻ വിശുദ്ധ കുർബാന നമ്മെ ക്ഷണിക്കുകയാണ്. വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്ന സത്യ അനുതാപത്തിൽ ഉൾച്ചേരുവാനുള്ള ക്ഷണമാണ് വിശുദ്ധ കുർബാന. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുമെന്നുള്ള വെളിപ്പെടുത്തൽ അവരെ എല്ലാവരെയും ദുഃഖിപ്പിക്കുകയാണ്. അത് യൂദ തന്നെയാണ് എന്ന് യേശു അയാളോട് പറയുകയും ചെയ്യുന്നുണ്ട്. യേശുവിനോട് കൂടെ കൈതാളത്തിൽ യൂദ മുഖ്യ സമയത്താണ് അത് പറഞ്ഞത് എന്നത് യൂദയെയും സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകണം. എന്നാൽ യേശുവിനെ കുറിച്ച് താൻ ഒരുക്കിയിരിക്കുന്നതായ ഗൂഢപദ്ധതി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് അയാൾ തീരുമാനിച്ചത്. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത എന്തോ ഒരു ചിന്ത അയാളെ സ്വാധീനിച്ചിരിക്കണം. അതുകൊണ്ടാണ് അവസാനം താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ
അദ്ദേഹം കെട്ടിങ്ങാന്ന് ചത്തത്. മറ്റു ശിഷ്യന്മാർ യൂദയേക്കാൾ ശ്രേഷ്ഠരായി കാണപ്പെടുന്നില്ല. അവരെല്ലാവരും ഓടിപ്പോവുകയും പത്രോസ് തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷെ അവർ ആരും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിയിൽ നിന്ന് അകന്നുപോയില്ല. തേടിവരുന്ന ദൈവസ്നേഹം അനുഭവിക്കുവാൻ അവരുണ്ടായിരുന്നു. അവർക്ക് കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവശക്തി പ്രകടമാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. പാപികളായ മനുഷ്യർ ദൈവോന്മുഖമായി വളരുവാനുള്ള ദൈവകൃപയുടെ ആഹാരമാണ് വിശുദ്ധ കുർബാന. പ്രത്യാശയിൽ അധിഷ്ഠിതമായ സ്തോത്രാർപ്പണമാണ് വിശുദ്ധ കുർബാന. നിഷേധാത്മകമായി ജീവിതം എരിഞ്ഞ് തുടങ്ങുകയായിരുന്നില്ല, ദൈവീതമനുസരണമായി മരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പ് അനുഭവമായത്. ഓരോ വിശുദ്ധ കുർബാനയും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുന്നതാണ്. ദൈവിക ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി നുറുക്കപ്പെടുവാനും ജീവൻ പകരുവാനും വിശ്വാസിയെ വിശുദ്ധ കുർബാന ക്ഷണിക്കുന്നു. ദാനം ചെയ്യുന്ന ദൈവിക ദൗത്യത്തിൽ നഷ്ടബോധമില്ലാതെ പങ്കുചേർന്ന ലോകത്തെ വിമോചിപ്പിക്കുന്ന പ്രക്രിയയിൽ ഉൾച്ചേരുവാൻ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയരെ, ഈ പെസഹായുടെ നാളുകളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പരിസരത്താണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ വിശുദ്ധ കുർബാനയുടെ ഭാഗമാകാം. പാപികളായ മനുഷ്യർ ദൈവോന്മുഖമായി വളരുവാനുള്ള ദൈവകൃപയുടെ ആഹാരമാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ആചരിച്ചതായ അന്ത്യപെസഹായിലൂടെ ഞങ്ങൾക്ക് നൽകിയ ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഉറപ്പുകൾക്കായി സ്തോത്രം. സ്നേഹത്തിൻ്റെ തേര് നിർവിഘ്നം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയലച്ചൻ.